ഹലോ ഗൈസ്, ഇന്നലെ നമ്മുടെ ബിഗ് ബോസിന്റെ ലാലേട്ടന്റെ എപ്പിസോഡായിരുന്നു. നല്ല എപ്പിസോഡായിരുന്നു കേട്ടോ. ലാലേട്ടൻ വലിയ നമ്മളെ ഭയങ്കരമായിട്ട് എല്ലാരെയും ഇട്ട് ഒരുപാട് പറയുകയൊന്നും ചെയ്യാതെ എല്ലാവർക്കും കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് എല്ലാവരോടും പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലാലേട്ടൻ. പിന്നെ ഇന്നലെ രേണുസുധയുടെ വീഡിയോ ഒക്കെ ലാലേട്ടൻ പൊക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ വന്ന് ഒരാഴ്ചത്തെ എപ്പിസോഡ് നമ്മളെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ച നടന്നത് നമ്മളെ കാണിച്ചു തന്നു. വെള്ളിയാഴ്ച നടന്നതിനകത്ത് ജയിലില് അപ്പാനെയും അനുമോളും ജയിലിലുണ്ട് കേട്ടോ. അപ്പൊ ജയിലിൽ കിടക്കുന്നവർ ക്യാപ്റ്റൻ പറയുന്ന കുറച്ചൊക്കെ കേൾക്കണം. പക്ഷെ അപ്പാനെയും അനുവും ക്യാപ്റ്റൻ പറയുന്ന കേൾക്കുന്നില്ല. ഇവര് ബാത്റൂമിൽ പോകണമെന്ന്. ബാത്റൂമിൽ ഈ പ്രാവശ്യത്തെ ജയിലിനകത്ത് ബാത്റൂമില്ല. ബാക്കി എല്ലാ ജയിലിനകത്ത് ബാത്റൂം ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ബാത്റൂമിൽ ടോയ്ലറ്റ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവര് ക്യാപ്റ്റനോട് പറഞ്ഞ് പുറത്തിറങ്ങണം. പക്ഷെ ഇവര് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ അനുമോള് പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്ത് ഇവര് പല്ല് തേക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് പല്ല് തേക്കരുതാത്ത റൂൾ ബ്രേക്കാന്നൊക്കെ. അനുമോള് നിങ്ങൾ മിണ്ടായിരുന്നാണോ, നിങ്ങളുടെ തലമുണ്ടയ്ക്ക് ഞാൻ കുപ്പി കൊണ്ട് അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അനീഷിനെ അവർക്ക് അംഗീകരിക്കാൻ തരാം. അനീഷിനോട് ഇഷ്ടക്കേണ്ട വെറുപ്പുണ്ട്, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അനീഷിനെ ഇവർക്ക് അതൊക്കെ ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ അല്ലേ. അപ്പൊ അതിന്റെ റൂളല്ലേ, ജയിലിൽ കിടക്കുന്നതിന്റെ റൂളല്ലേ. അപ്പൊ അതൊക്കെ ചെയ്യാം. അതൊക്കെ ഇച്ചിരി ഓവറായി പോയെന്ന് എനിക്ക് തോന്നി. ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങനെ ലാലേട്ടൻ വന്ന് എല്ലാരെയും കണ്ടു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ നമ്മുടെ പണിപ്പുര ടാസ്ക്, അക്ബറിനെ കുറിച്ച് പണിപ്പുര ടാസ്കിനെ കുറിച്ചാണ് ചോദിച്ചത്. പണിപ്പുര ടാസ്കില് അക്ബർ പണിപ്പുരയിൽ പോയല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പം സാധനങ്ങളൊന്നും ഒരുപാട് കിട്ടിയില്ല. പിന്നെ കുറച്ച് പേർക്ക് പണിപ്പുര പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. നിവിന്, ബിൻസി, ശൈത്യ ഇവർക്കൊന്നും പണിപ്പുരയിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പൊ പണിപ്പുര പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ സമ്മാനം തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. നിവിന് അവിടെ ഇച്ചിരുടെ കോമഡി ആക്കാൻ എന്താക്കാനും അറിയത്തില്ല. ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചതാണ്. അപ്പൊ സമ്മാനം കിട്ടുമെങ്കിൽ ഞാൻ പോകാം, എനിക്ക് വേണം ലാലേട്ട, എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ നല്ല ഒന്നാന്തരം പണി കൊടുത്തു. ഇനി ഒരിക്കലും ഈ സീസൺ തീരുന്നിടം വരെ നിവിന് പണിപ്പുര പോകാൻ പറ്റില്ല, നിവിന്റെ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല. ഇനി നിവിന് മറ്റുള്ളവർ സാധനങ്ങൾ കൊണ്ട് കൊടുത്താൽ മാത്രമേ നിവിന്റെ സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു പണിയാണ് നിവിന് കിട്ടിയത്. നിവിന് അത്രയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇച്ചിരി എല്ലാവരുടെ അടുത്തും കളിക്കുന്ന നിവിന് അങ്ങനെയാക്കാൻ നോക്കിയതാണ്. പക്ഷെ അത് നിവിനായിട്ടുള്ള പണിയായിപ്പോയി. ഇനി ഒരിക്കലും നിവിന് പോകാൻ പറ്റില്ലെങ്കിൽ നിവിന് എന്തെങ്കിലുമൊക്കെ സാധനം വേണമെങ്കിൽ എന്ത് ചെയ്യണം, മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ട് നടക്കണം നിവിന്. അങ്ങനെ ഒരു ഇത് കിട്ടി. പിന്നെ ലാലേട്ടൻ കുറെ പേരൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. എപ്പിസോഡിൽ ഇതിനകത്തൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ കുറെ പേര് സേഫ് ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ടെന്ന്. അപ്പൊ അവരെല്ലാം കറക്റ്റ് ആയിട്ട് ലാലേട്ടൻ പിടിച്ചിട്ടുണ്ട്.